ഹലോ, എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കുക്കറിൻ്റെ അകത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായി ഫ്ലെയിം ഓൺ ചെയ്യാണ്ട് ഒരു കുക്കറിലോട്ട് 1 കിലോ ബീഫ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു ഉള്ളി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. 2 പച്ചമുളക് ചെറുതായിരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മാരിനേഷന് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ആഡ് ചെയ്യണേ, ഞാൻ അത് കാണിക്കാനും വിട്ടിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാലേ നമുക്ക് ആ നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി കൈകൊണ്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം കുക്കർ അടച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ വരണ വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. 3 വിസിലൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒരു പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി അങ്ങ് ചെയ്തെടുക്കാം. ഇതിനായി ഒരു വലിയ കടായി എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കാം. നമുക്ക് ഒരു 2 മിനിറ്റ് ഉള്ളി നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് 1 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. തക്കാളി ഏകദേശം വഴന്ന് വന്നാൽ നമുക്ക് മസാല ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ 1 ടീസ്പൂൺ ബീഫ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാലയൊന്നും ഒട്ടിപ്പിടിക്കാണ്ടായിരിക്കാനും പിന്നെ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യണത്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫ് കറി അതിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ച് ചാറൊക്കെ ഇങ്ങനെ കുറുകി വരണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ചാറൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. എനിക്കിത് ഏകദേശം 5 മിനിറ്റ് എടുത്തിട്ടോ ഇതേപോലെ ഒന്ന് കുറുകിയെടുക്കാൻ. അപ്പോൾ സമയം വേണമെങ്കിൽ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം വരും. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.